ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ഉച്ച സമയം വെളിയിലേക്ക്, ഇത് ഉച്ച സമയം നട്ടുച്ച, ഇന്ന് ഭയങ്കര വെയില, എന്താണെന്നറിയില്ല. എന്തായാലും ഒരു ലഞ്ച് പരിപാടിയായിട്ട് ഇറങ്ങുകയാണ്. ഒരു എന്താ പറയുക, പൂവാർ സൈഡിൽ ഒരു റിലേറ്റീവ്ലി ന്യൂ ആണ്, പക്ഷേ ഭയങ്കര പേരായിക്കൊണ്ടിരിക്കുന്ന ഒരു കടയാണ്. അതായത് നല്ല നാടൻ കള്ള് കിട്ടും, ചെത്തുകൾ, അവർ തന്നെ ചെത്തുന്ന കള്ള്, പിന്നെ മീനിൻ്റെ കപ്പ, അങ്ങനത്തെ കാര്യങ്ങൾ, മീൻമുട്ട, കുറേ പിന്നെ സീ ഫുഡ് ഐറ്റംസ്, നോൺ വെജ് ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പോൾ നല്ലൊരു ലഞ്ച് കഴിക്കാം. ഓക്കെ, അങ്ങനെ സതീഷും ഫാമിലിയും വന്നിട്ടുണ്ട്. നമ്മൾ അനൂസ് ഷാപ്പിലെ കറിയും നാവിലെ രുചിയും. നല്ല തെങ്ങ്, ഇവരുടെ ഈ തെങ്ങെല്ലാം ചെത്തുന്ന തെങ്ങാണ് കംപ്ലീറ്റ്. ഈ ഇവിടുത്തെ ചെത്തുന്ന കള്ളാണ് ഇവരിവിടെ കൊടുക്കുന്നത്, ഫ്രഷ് കള്ള്. കൂടാണ്ട് എല്ലാ ഷാപ്പിലെ വിഭവങ്ങളെല്ലാം അതുപോലെ. നല്ല ക്രൗഡുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് ബോട്ടിങ്ങൊക്കെ ഉള്ളതുകൊണ്ടേ ഒരു അവിടെ വന്നിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട്. ഇതാണ് ആള്. ഓക്കെ, ഹലോ. Big fan of you. Oh. Watch all videos of you. Oh, thank you. ഇത് എത്ര നാളായി പോസ്റ്റാ? നമ്മൾ ഓൾമോസ്റ്റ് 6 months ആയി. നല്ല പോകുന്നുണ്ടല്ലേ? ഹലോ, നമസ്കാരം. ഓ, അത് ശരി. എന്താ പേര്? അദ്ദേഹമാണ് ഓണർ. ഇത് ഒരു തൊഴിലാളി, രണ്ടുപേരും ഓണേഴ്സ് തന്നെയാണ്. ബിജുലാലും വിജീഷും, ഇവർ രണ്ടാളും കൂടിയാണ് ഇത് കണ്ടക്ട് ചെയ്തത്. എവിടെ വരൂ വിജയ്. ഭാര്യ മക്കളെല്ലാവരും ഉണ്ട്. ഇന്നൊരു ഫാമിലി ട്രിപ്പാണ് ഞങ്ങൾ. നല്ല അടിപൊളി ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിലാണ് അല്ലേ? കള്ള് കുടിക്കാമോ? ഒരു ഹട്ടായിരിക്കും നല്ലതല്ലേ? ഓക്കെ, ഇവിടെ ഹട്ടുണ്ട്, ഇതുണ്ട്. നല്ല നോക്കാം. നല്ല തിരക്കുണ്ട്. പനങ്കള്ള് ബോട്ടിൽ 150. കിച്ചൺ. ഓക്കെ, കിച്ചൺ വളരെ സജീവമാണ്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ 2 മണിയായി ഇവിടെ എത്തി, എന്നിട്ടും തിരക്കിനൊന്നും ഒരു കുറവുമില്ല. ആണല്ലേ? എന്തോ കുട്ടനാട്ടുകാരനാണോ? ഓ, അപ്പോൾ കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ തന്നെ ഉണ്ട്. എൻ്റെ പേര് അത് ഷെഫ് സന്തോഷ്. അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ കൈപ്പുണ്യമാണ് ഇവിടെ. ഇവിടെ എല്ലാം ഉണ്ടല്ലേ, സീ ഫുഡ് ഐറ്റംസ്. അതായത് മീനിൻ്റെ എല്ലാ വെറൈറ്റിയും ആണല്ലേ? മീനുണ്ട്, പിന്നെ മുയലിറച്ചി, ചിക്കൻ, ബീഫ്, പോക്ക് അല്ലേ, തലക്കറി. ഓക്കെ, നെമ്മീൻ്റെ തലക്കറി ഉണ്ട്, ചൂര തലക്കറി ഉണ്ട്. തലക്കറി ഇത് ചൂരയുടെ തലയാണ്. ഓക്കെ, കേരച്ചൂര. നെമ്മീൻ തീർന്നു പോയി. പിന്നെ ചൂരക്കറി നല്ല കുട്ടനാടൻ സ്റ്റൈൽ തന്നെ ഉണ്ടാക്കുന്നത് അല്ലേ, ഷാപ്പിലെ കറി പോലെ, നല്ല സ്പൈസി. ഓക്കെ, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ പന്നി ഇറച്ചി, പിന്നെ ഓയില്, പാൽക്കപ്പ. ഓക്കെ, ഇത് പാൽക്കപ്പ, നല്ല ഫ്രഷ് പാൽക്കപ്പ ഉണ്ട്. പിന്നെ മീൽസ് ഉണ്ട്, നല്ല നാടൻ ഊണ്, കപ്പ കൂട്ടിയുള്ള ഊണ്, കപ്പ ഇടിച്ചത്. താറാവ് മപ്പാസ് ഉണ്ടോ? ഓ, താറാവ് മപ്പാസ് ഉണ്ട്. പിന്നെ അപ്പം ഉണ്ട്, പിന്നെ കള്ളപ്പം അല്ലേ? ഓ, അത് ശരി. കുട്ടനാടൻ കക്കയിറച്ചി. അത് തോരനാണോ അത് ഫ്രൈ ആണോ? ഫ്രൈ രണ്ടും ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ കടൽക്കൂട്ടം എന്ന് പറയുമ്പോൾ എല്ലാ സീ ഫുഡും കൂടി ഓക്കെ എല്ലാം കൂടെ ഉള്ളൊരു മിക്സഡ് അതുകൊണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 മണി നമുക്ക് വേണ്ടി മാറ്റിയിട്ടുള്ള സ്ഥലമൊക്കെ പോയി, ആൾക്കാർ തിരക്ക്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. ഓക്കെ. ഇത് എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ്? രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് സമയം. പറ്റിയ സ്ഥലം കേട്ടോ വരാൻ, അടിപൊളി. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഓ, ഇത് ഓപ്ഷൻസ് അല്ലേ? ആവോലി, അയല, ഇതേതായിരുന്നു? വേളാപ്പാര. ഓക്കെ, വിളമീനും ഉണ്ട്. വിളമീൻ. ഓക്കെ, 2 സാധനം. ഇത് ഹമൂറൊക്കെയാണോ? അമൂർ. ഓക്കെ, ഇത് സെലക്ട് ചെയ്യാം വേണമെന്നുള്ളവർക്ക്. ഓക്കെ, ഏത് വേണം അത്. ഓക്കെ, ഫ്രൈ ആണല്ലേ? ഓ, നമുക്കൊരു കോട്ടേജ് കിട്ടി. ഇത് എന്താ ഹട്ട്? എന്താ വ്യൂ നോക്കിയാൽ ഈ ഹട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ റിവർ കാണാം, പൂവാർ പ്ലസ് ബോട്ടിങ്. ഇതൊരു പോയിൻ്റാണ്, ഇതിൻ്റെ അടുത്തുനിന്നൊരു ബോട്ടിങ് പ്ലേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ട്സ് വരും പോകുന്നത് കാണാം. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഇതുവഴി പോയപ്പോൾ ഈ ഷോപ്പ് കണ്ടിരുന്നു. അന്നേ ഞാൻ വിചാരിച്ചു കൊള്ളാലോ, ഇത് നല്ല ഈ നാടൻ ഭക്ഷണം ഉണ്ടല്ലോ, അവിടെ കുട്ടനാടൻ ശൈലിയിലുള്ള, അത് ഒരു പ്രാവശ്യം വരണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ കറക്റ്റ്. അപ്പോൾ സതീഷിനൊക്കെ ഇവരെ പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു. തലക്കറി, മീൻ കറി, നമുക്ക് കുറച്ച് കാര്യങ്ങൾ മേടിക്കാം, എന്നിട്ട് കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നാടൻ ചെത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടും വരുന്നവർക്ക്. അവരെല്ലാം എൻജോയ് ചെയ്ത് പോകുന്നത്.
എൻ്റെ കൂടെ ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ കാര്യങ്ങൾ മേടിച്ചാലും നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റും. ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും സാധനങ്ങൾ മേടിച്ചാൽ കുറച്ച് വേസ്റ്റായി പോവില്ലേ. അങ്ങനെ നല്ല കഞ്ഞിവെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ. അതായത് കള്ള് ഷാപ്പിൽ വന്നിട്ട് കഞ്ഞിവെള്ളം കുടിക്കുകയാണ്. ഇവിടെ കള്ള് കിട്ടും, ചെത്തുകളെല്ലാം. പക്ഷെ നമ്മൾ കഞ്ഞിവെള്ളം പറഞ്ഞിരിക്കുക. കഞ്ഞിവെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കാമല്ലോ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കള്ള് പോലെ ഇരിക്കും. ഇത് തെങ്ങിൽ നിന്നും ആണ്. ഇവിടെ ചെത്ത് കള്ളുണ്ട്, അല്ലേ, ഫ്രഷ് ആയിട്ടുള്ള. ഇഷ്ടമുള്ളവർക്ക് അത് കഴിക്കട്ടെ. അതിലങ്ങനെ ഭയങ്കര തല ഇറങ്ങുന്ന കാര്യങ്ങളൊന്നുമില്ല. ഫ്രഷ് കള്ള് ഇസ് ഗുഡ്. പിന്നെ ഈ കുടത്തിൽ കിട്ടുന്ന, അല്ലേ, അതല്ലേ കോക്കനട്ട് ചോടി എന്നാണ് പറയുന്നത്, അല്ലേ? ഓക്കെ, കുടത്തിൽ അവർ കൊണ്ടുവരും. പിന്നെ മറ്റേ പനങ്കള്ളും ഉണ്ട്. പനങ്കള്ള്, ഈ രണ്ട് കാര്യങ്ങളും ഉണ്ട്. ഓ, ഇതാണ് കുടത്തിൽ വരുന്ന കള്ള്. ഓക്കെ, കുടം. ഓക്കെ 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 ഇത് കുടത്തിൽ വരുന്ന കള്ള്. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാണാനായിട്ട് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷൻസാണ്? കഞ്ഞിവെള്ളം ചോദിച്ചാൽ കഞ്ഞിവെള്ളം കിട്ടും. കള്ള്, ഫ്രഷ് കള്ള് വേണമെങ്കിൽ അത് കിട്ടും. നല്ല ടേസ്റ്റ്. ഉപ്പിട്ട കഞ്ഞിവെള്ളം അടിപൊളി. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. മുന്തിരി എന്താ? ഇത് വ്യത്യാസം. മുന്തിരിങ്ങ ഇട്ട കള്ള് അല്ലേ? ഓക്കെ ഓക്കെ, മുന്തിരിക്കള്ളെന്നാണ് പറയുന്നത്. മുന്തിരിങ്ങ ഇട്ട ഈ ചെത്ത് കള്ളാണ്. ഇതും കിക്കുണ്ടാവുന്നതല്ല, ഫ്രഷാണ്. ഇങ്ങനെയാണ് ഇത്. മധുരക്കള്ളിൽ മുന്തിരിങ്ങ ഇട്ടത്. രണ്ട് ടൈപ്പ് ഓഫ് കള്ള് ഇവിടെ കിട്ടും. അല്ല, കഞ്ഞിവെള്ളത്തിൽ മുന്തിരി ഇടൂല. കഞ്ഞിവെള്ളമാണ്. ഉപ്പ് മാത്രമേ ഇടാവുള്ളൂ. ഇത് മുന്തിരിക്കള്ള്. അത് വേറൊരു ഇതാണ്, ടേസ്റ്റാണ്. പക്ഷേ ഇവിടെ വരുന്ന എല്ലാ ഫാമിലീസും ഒക്കെ ഇങ്ങനെ കഴിച്ച് സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. മുന്തിരിക്കള്ള് നല്ലതാണ്, ഫ്രഷ് ആയിട്ടുള്ള ചെത്തുകള്ള് നല്ലതാണ്. അതിലൊന്നും ഒരു മധുരം മാത്രമേ കാണൂ. മധുരക്കള്ളാണ്. ഇതാണ് ശരിക്കുള്ള കള്ള്, മധുരക്കള്ള് അല്ലേ? ഫ്രഷ് അടിപൊളി കള്ള്. ഇത് മുന്തിരിക്കള്ള്. ഇതാണ്. ഓ, ഫിഷ്, മീൻ മുട്ട, കൊഞ്ച് റോസ്റ്റ്, കണവ റോസ്റ്റ്. വാ, എല്ലാം വന്നു തുടങ്ങി. ഇത് കൊഞ്ച് റോസ്റ്റ്, മീൻ മുട്ട റോസ്റ്റ്, മൈ ഫേവററ്റ്. ഇത് കണവ റോസ്റ്റ്. കാണുമ്പോൾ തന്നെ അറിയാലോ. വാവ്. ഓ യെസ്, സ്ഥലമില്ല ഇനി സാധനങ്ങൾ വയ്ക്കാൻ. യെസ് യെസ്. പാൽക്കപ്പ. ദിസ് ഇസ്, അയ്യോ, ഇതെന്തായിരുന്നു? കടൽക്കൂട്ട്. ഇതാണ് മിക്സ്ഡ് സീ ഫുഡ് ഐറ്റംസ്. എന്ത് മീനാ പൊള്ളിച്ചത്? വെളമീൻ പൊള്ളിച്ചത്, മീൻ തല. ഓ മൈ ഗോഡ്, ഇനി ഇരിക്കാൻ പോലും സ്ഥലം. യെസ്, ചോറുണ്ടല്ലോ. ചോറിപ്പോൾ വരും. തേങ്ങാപ്പാലിലും കൂടെ ചേർത്താണ് അല്ലേ പൊള്ളിച്ചെടുക്കുന്നത്? ഓ ഓക്കെ. വളമീൻ പൊള്ളിച്ചത്. കറികളും വന്നു തുടങ്ങി. ഇനിയും വരാനുണ്ട്. ഇതിന് ഫ്രൈ ഐറ്റം ഒക്കെ വരാനുണ്ട്. നമുക്ക് ചൂര ഫ്രൈ ഉണ്ടോ ഇന്നിവിടെ? തീർന്നു അല്ലേ? ഓക്കെ. പാൽക്കപ്പ മൈ ഫേവററ്റ് ഐറ്റാണ്. വാവ്, മീൻ മുട്ട. ഓ, മീൻ മുട്ട ഫ്രൈ, കൊഞ്ച് റോസ്റ്റ്. കൊഞ്ച് റോസ്റ്റ് വരുന്നതൊക്കെ എൻ്റെ അമ്മയെ. ഓഹോ, വലിയ കൊഞ്ചായിരുന്നു കേട്ടോ. പാൽക്കപ്പയും. അയ്യോ, അത് രക്ഷയില്ല. നല്ല മസാല. അതെന്തായിരുന്നു? കിച്ചടി, പാവയ്ക്ക അല്ലേ? അവിയൽ, കിച്ചടി. ഇത് മെഴുക്ക് വരട്ടിയാണോ? കൂട്ട്, കത്തിരിക്ക. ഇച്ചിരി വെള്ളം കുടിക്കണം. അയ്യോ, സ്പൈസി ഫുഡാണ്, നല്ല ടേസ്റ്റി. ഇനി കണവ. മസാലയെല്ലാം സൂപ്പർ, എല്ലാം ഫ്രഷും. ബെസ്റ്റ്. കറികളും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പച്ചടിയും
അവിയലും ഒക്കെ. ഇത് ചിപ്പി ഫ്രൈ. ചിപ്പി എന്ന് പറയുമ്പോൾ കല്ലുമ്മക്കാണോ? ഓ, കല്ലുമ്മക്ക ഫ്രൈ, ചിപ്പി ഫ്രൈ. മതി. വാവ്, കല്ലുമ്മക്ക ഫ്രൈ. ഓ, നല്ല ചൂട്, നല്ല ഫ്രഷ് ചൂടായിട്ട് വറുത്തോണ്ട് വരികയാണ് ഇതിൽ. ഓ നോ. ചൂടാ. ഓ, എന്ത് ടേസ്റ്റാ. കല്ലുമ്മക്കാക്ക് എന്ത് ടേസ്റ്റ് അറിയാം. അകത്തോട്ടൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് എരിവൊക്കെ. ഫുഡ് ഒരു പേടിയും വേണ്ട, എക്സലൻറ്റ്. ഇന്നത്തെ ദിവസം ഞാൻ ഈ കഴിച്ച ഫുഡെല്ലാം അടിപൊളിയാണ്. ഇവിടെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരോടൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ ചോദിച്ചു, അടിപൊളി ഫുഡാണ് എല്ലാവരും പറഞ്ഞു. നോ വേർഡ്സ്, അത്രയും ഗംഭീരം. പറഞ്ഞ മസാലയൊക്കെ പിടിച്ചിട്ടുമുണ്ട് പീസസിലൊക്കെ. സാധനം അങ്ങനെ പിടിക്കാറില്ല ചിലപ്പോൾ. അനുക്കുട്ടിക്ക് മീൻമുട്ട ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ പാർസൽ കൊണ്ടുപോകുന്നുണ്ട്. കൊഞ്ച് ഫ്രൈ വന്നു. ഒന്നോ, അയ്യോ, സോ മെനി ഐറ്റംസ്. കൊഞ്ച് ഫ്രൈ, യാ. കടൽക്കൂട്ട് എല്ലാം ഉണ്ട്. ഞണ്ട്, മറ്റേ ചിപ്പി, ഇതെല്ലാം കൂടെ എങ്ങനെ കഴിക്കുന്നത്. മീൻ തല, ഓ മൈ ഗോഡ്. അറ്റത്തുനിന്ന് കുറച്ചെടുത്താ. ഓ മനെ, കണ്ടു കഴിച്ചോളൂ. നല്ല ചുമന്ന കറിയാണിത്. ഫിഷ് തലക്കറി. ഞാനൊരു എക്സ്പേർട്ടല്ല ഈ തല കഴിക്കുന്ന കാര്യത്തിൽ. ചിലപ്പം കംപ്ലീറ്റ് ഇതുപോലൊരു തല വാങ്ങിച്ചാൽ ഒരു ഫുൾ ഫാമിലിക്ക് അത് മതി. അയ്യോ, രക്ഷയില്ലാത്ത ടേസ്റ്റ് എല്ലാം. തല കഴിച്ചോളൂ. എനിക്ക് മീനിൻ്റെ സാധാരണ കണ്ണ് കഴിക്കുന്ന ഇഷ്ടമാണ്. മീൻ കറി, തലക്കറിയുന്ന അതാണ് ഞാൻ സാധാരണ കഴിക്കുന്നത്. ഇടിച്ചിട്ട കപ്പയുണ്ട് ഇവിടെ. ഇത് പക്ഷേ ഓവർ സ്പൈസി അല്ല, കറക്റ്റാണ്. കറക്റ്റ്, എരിവും പുളിയും എല്ലാം കറക്റ്റ്. ഇവിടുത്തെ ഷെഫ് കൊള്ളാം കേട്ടോ, അടിപൊളി. നല്ല ഇതെടുക്കൂ, കടൽക്കൂട്ട്. നല്ല ചൂട് കള്ളം, അതാണ് ഇവിടുത്തെ മറ്റൊരു കാര്യം. സോഫ്റ്റ്, വെരി വെരി സോഫ്റ്റ്, സൂപ്പർബ്. ഇതിൻ്റെ കൂടെ നമുക്ക് കൊഞ്ച് റോസ്റ്റ് എന്ത് വേണമെങ്കിലും കഴിക്കാമല്ലോ. നല്ല അപ്പം കേട്ടോ ചേച്ചി, കഴിക്കും. ഇവർക്കിവിടെ നല്ല ചെത്തുകളുള്ളത് കൊണ്ട് നല്ല അപ്പം, കള്ളപ്പം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വിഭവസമൃദ്ധമായി കഴിച്ചു കഴിഞ്ഞു. എൻ്റെ ദൈവമേ, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക സീ ഫുഡ് ഐറ്റംസ് ഈ അടുത്ത കാലത്തൊന്നും ഒരിടത്തൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ നാവിലെ രുചിയും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കള്ളും കൂടി കിട്ടുന്ന ഒരു നാടൻ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഞാൻ കുറേ സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നിലയിൽ ഏറ്റവും ബെസ്റ്റ്, നമ്പർ 1. ഇഷ്ടംപോലെ കാർ പാർക്കിങ്ങിനൊക്കെ ഇവിടെ സൗകര്യമുണ്ട്. കുറേ കോട്ടേജസ് പോലെ ഇങ്ങനെ ഹട്ട്സ് ഉണ്ട്, പിന്നെ അല്ലാണ്ടൊരു സ്പേസ് ഉണ്ട്. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ വിഴിഞ്ഞം ഭാഗത്താണ്. പൂവാർ, വിഴിഞ്ഞം എന്നൊക്കെ പറയുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ താറാവ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റാബിറ്റ്, താറാവ്, ചിക്കൻ, നാടൻ കോഴി, പാരറ്റ് എല്ലാം ഉണ്ട്. പക്ഷേ സീ ഫുഡിന് ഞാൻ എടുത്തു പറയുന്നതേ ഉള്ളൂ. കൊഞ്ച്, ഞണ്ട്, കല്ലുമ്മക്കായ, ചിപ്പി എല്ലാം അങ്ങനെ പോണു. ഭയങ്കര ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്യുക. എക്സലൻറ്റ് ഫുഡ്, മസ്റ്റ് ട്രൈ ആണ്. വരാത്തവർ ഇവിടെ ഇപ്പോൾ ഭയങ്കര ക്രൗഡാണ്. ചില ദിവസങ്ങളിൽ ഭയങ്കര ക്രൗഡാണ്, ഈ അവധി ദിവസങ്ങളിലൊക്കെ. എന്നാലും അവരുടെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വിളിച്ച് ചോദിച്ചിട്ടൊക്കെ വരിക. ഞാൻ 2 മണിക്ക് വന്നതാണ്, ഇപ്പോൾ സമയം 3:30. 1.5 മണിക്കൂർ കൊണ്ട് കഴിച്ച് തകർത്തു ഞങ്ങളെല്ലാവരും. വിജി, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? സൂപ്പർ, അടിപൊളി, നല്ല ഫുഡ്. വിജയ് നല്ല കുക്കാണ് കേട്ടോ, നല്ലതായിട്ട് പാചകം ചെയ്യും. സ്പെഷ്യലാണ് അദ്ദേഹത്തിൻ്റെ. വിജയ് അല്ലേ, ഏതൊക്കെയോ നല്ല ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. കല്ലുമ്മക്കൊക്കെ വെച്ച് അച്ചാറൊക്കെ അടിപൊളിയായിട്ടുണ്ടാക്കും.
ഗംഭീര നാടൻ ഫുഡിൻ്റെ ആളാണ്. സൂപ്പറായിരുന്നു. സീ ഫുഡ് അടിപൊളി. നമ്മൾ ചിക്കനൊന്നും കഴിച്ചില്ല, പക്ഷേ ചിക്കനും ചൂര ഫ്രൈ ഒക്കെ പാർസൽ വാങ്ങിച്ചുകൊണ്ട് പോവാണ്. പിന്നെ അനുക്കുട്ടിക്ക് വേണ്ടിയിട്ട്. അനുവിന് മീൻമുട്ടയും വേണമെന്ന്. അതല്ല, മീൻമുട്ടയും കിട്ടി. അതാണ് ഏറ്റവും സന്തോഷം. ഈ അടുത്ത് വേറൊരു കടയിൽ പോയി മീൻമുട്ട കിട്ടും എന്ന് വിചാരിച്ചു, പക്ഷേ അവിടെ കിട്ടിയില്ല. പക്ഷേ അത് ഇവിടെ കോമ്പൻസേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. വരിക, കുട്ടികളായിട്ടും വരാൻ കുഴപ്പമില്ല. ഒരു 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ വന്നാൽ കുഴപ്പമില്ല, അവർക്ക് ഇങ്ങനെ ഓടി നടക്കാമല്ലോ. ഓക്കെ, അപ്പോൾ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമാവുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഒരു ബായ് പറഞ്ഞോളൂ. പറയാതിരിക്കാൻ വയ്യ. ടേസ്റ്റ് ഇസ് എക്സലന്റ്. ആ ഷെഫിനെ സൂക്ഷിച്ചു വെച്ചു, പുറത്ത് കാണിക്കരുത്. അല്ല, അതൊന്നും കുഴപ്പമില്ല. നന്നായിട്ടുണ്ട്, നല്ല ഭക്ഷണം. പുള്ളിയോട് പ്രത്യേകം പറയണം, നന്നായിട്ടുണ്ട്, എല്ലാം നല്ലത്, എക്സലന്റ്. ഫുഡ് എങ്ങനെയാന്ന് പറഞ്ഞേ? അടിപൊളി എന്ന് പറഞ്ഞു. അടിപൊളി. കാണാം, ഇനി വരാം. ഓക്കെ, ശരി, ബൈ.